സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ്. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 43 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: മിശ്രഭോജനം നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? മിശ്രഭോജനം നടപ്പിലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടപ്പിലാക്കിയത്. സഹോദരൻ അയ്യപ്പൻ. കുമാരനാശാന്റെ ആത്മീയ ആചാര്യൻ ആര് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ് കുമാരനാശാന്റെ ആത്മീയ ആചാര്യൻ. എത്ര വർഷം കൂടുമ്പോഴാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറ ജപം നടത്തുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറ ജപം നടത്തുന്നത്? 6 വർഷം കൂടുമ്പോഴാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 6 വർഷം. മാപ്പിള കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്നത് ആര്? മാപ്പിള കവികളുടെ കുലഗുരു എന്നറിയപ്പെടുന്നത് ആര്? മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിള കവികളുടെ കുലഗുരു എന്ന് അറിയപ്പെടുന്നത്. മോയിൻകുട്ടി വൈദ്യർ. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചിയാണ്. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചി. ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ചത് ഐസക് പിറ്റ്മാൻ ആണ് ഷോർട്ട് ഹാൻഡ് കണ്ടുപിടിച്ചത്. ഐസക് പിറ്റ്മാൻ. ജട്ട്ലാൻഡ് ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഡെൻമാർക്ക്. ജട്ട്ലാൻഡ് ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഡെൻമാർക്ക്. ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ജപ്പാൻ ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ടൊയോഹിക്കോ കഗവയാണ് ജപ്പാൻ ഗാന്ധി എന്ന് അറിയപ്പെട്ടത്. ടൊയോഹിക്കോ കഗവ ജപ്പാൻ ഗാന്ധി. ബേസിക് കോപ്പർ കാർബണേറ്റ് സാധാരണയായി എന്തു പേരിൽ അറിയപ്പെടുന്നു? ബേസിക് കോപ്പർ കാർബണേറ്റ് സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ക്ലാവ്. ബേസിക് കോപ്പർ കാർബണേറ്റ് ക്ലാവ്. ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയ കേന്ദ്രമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ആര്? ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയ കേന്ദ്രമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ആര്? ഡോക്ടർ ജോൺസൺ ആണ്. ഡോക്ടർ ജോൺസൺ. താഴെ പറയുന്നവയിൽ ഏതാണ് മാനസിക രോഗം താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി സ്കീസോഫ്രീനിയ എന്നത് ഒരു മാനസിക രോഗമാണ്. സ്കീസോഫ്രീനിയ. ഗാന്ധിജി കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച സ്ഥലമായ ബെൽഗാം ഏത് സംസ്ഥാനത്താണ്? ഗാന്ധിജി കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ബെൽഗാം ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഗാന്ധിജി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനമായ ബെൽഗാം സമ്മേളനം നടന്നു. ബെൽഗാം ഏത് സംസ്ഥാനത്താണ് എന്നതാണ് ചോദ്യം. കർണാടകയിലാണ്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം: ബെൽഗാം കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. ബെൽഗാം സമ്മേളനം നടന്ന വർഷം. അകശേരുകികളിൽ ഏറ്റവും വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവി. അകശേരുകികളിൽ ഏറ്റവും വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവി നീരാളിയാണ്. അകശേരുകികളിൽ ഏറ്റവും വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവി ഏതാണ്? നീരാളി. ഉർ നഗരം ഏത് സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു? മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഉർ നഗരം.
ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ജോർജ് വിറ്റൈറ്റ് ആണ്. ജോർജ് വിറ്റൈറ്റ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്തത്. ജോർജ് വിറ്റൈറ്റ്. ഡൽഹിയിലെ എട്ടാമത്തെ നഗരം എന്നറിയപ്പെടുന്നത്, ഡൽഹിയിലെ എട്ടാമത്തെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണ്. ഡൽഹിയിലെ എട്ടാമത്തെ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂഡൽഹി. നഭസ്പർശം ദീപ്തം എന്ന ആപ്തവാക്യം ഏതിൻ്റെതാണ്? നഭസ്പർശം ദീപ്തം എന്ന ആപ്തവാക്യം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആപ്തവാക്യമാണ് നഭസ്പർശം ദീപ്തം എന്നത്. ഇന്ത്യൻ എയർഫോഴ്സ്. ബ്രിട്ടനിൽ സാധാരണയായി ഫസ്റ്റ് ലോർഡ് ഓഫ് ട്രഷറി എന്നറിയപ്പെടുന്നത്, ഫസ്റ്റ് ലോർഡ് ഓഫ് ട്രഷറി എന്ന് ബ്രിട്ടനിൽ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ഫസ്റ്റ് ലോർഡ് ഓഫ് ട്രഷറി എന്ന് ബ്രിട്ടനിൽ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി. മൗണ്ട് അബു ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് അബു ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആരവല്ലിയാണ്. ആരവല്ലി മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി. താഴെ പറയുന്നവയിൽ ഗാന്ധിജി ആദ്യമായി നടത്തിയ സത്യാഗ്രഹം, ഗാന്ധിജി ആദ്യമായിട്ട് നടത്തിയ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ആദ്യമായിട്ട് നടത്തിയ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്? മധ്യപ്രദേശിലാണ്. ഓപ്ഷൻ സി, മധ്യപ്രദേശ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ലോക പരിസ്ഥിതി ദിനം, ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. ജൂൺ 5. മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. അമേരിക്ക. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. എന്നാൽ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ആണ്. എന്നാൽ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ ആണ്. കേസിൻ. പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ഗോദവർമ്മ രാജയാണ്. GV രാജ. ഗോദവർമ്മ രാജ. കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ഗോദവർമ്മ രാജ. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ല. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങൾ 32 ആണ്. ഓപ്ഷൻ ബി, 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല ഒബ്ലാങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എച്ച്. വൈറ്റമിൻ എച്ച് ബയോട്ടിൻ ആണ്. ബയോട്ടിൻ. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം കൈഗയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കൈഗ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത്? കൈഗ. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് ആണ്. സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? അൾട്രാസോണിക്. അൾട്രാസോണിക്. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം ഏതാണ്? പ്രവേഗമാണ്.
ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. ഒരു വസ്തുവിൽ യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് 4 സംഘടനകളാണ്. സമത്വ സമാജം, അരയ സമാജം, ജ്ഞാനോദയ സഭ, കൊച്ചി പുലയ മഹാസഭ. ചോദ്യം എന്താണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 2, 3, 4. അരയ സമുദായം, ജ്ഞാനോദയ സഭ, കൊച്ചി പുലയ മഹാസഭ എന്നിവയെല്ലാം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ ആരാണ് സ്ഥാപിച്ചത്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ശരിയായ പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോല. അടുത്ത ചോദ്യം, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരി അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരം. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലേക്ക് കണ്ടോൺമെന്റ് കണ്ണൂർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയല്ലാത്തത്, അതായത് തെറ്റായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. എന്താണ്? തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. ശരിയാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ശരിയാണ്. കേരളത്തിലേക്ക് കണ്ടോൺമെന്റ് ഏതെന്ന് ചോദിച്ചാലോ? കണ്ണൂരാണ്. ശരിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തി. പണ്ഡിത രമാബായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. മാഡം ബിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലെ മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഉയർത്തിയത്. എവിടെയാണ്? ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ. പണ്ഡിത രമാബായി ബോംബെയിലെ ശാരദാ സദൻ സ്ഥാപിച്ചു. ശരിയാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്ത്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരായിരുന്നു? ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗി. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗ ഡോൾഫിൻ അംഗീകാരം ലഭിച്ച വർഷം? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഏത് വർഷമാണ്? 2009 ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് ഗംഗ ഡോൾഫിന് അംഗീകാരം ലഭിച്ചത്. 2009.
ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരയിനമാണ്? ചന്ദ്രശങ്കര എന്നത് തെങ്ങിന്റെ സങ്കരയിനമാണ്. ചന്ദ്രശങ്കര എന്നത് തെങ്ങിന്റെ സങ്കരയിനമാണ്. വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. വി.ടി. ഭട്ടതിരിപ്പാട്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. ഘോഷ ബഹിഷ്കരണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചിരിക്കുന്നത്? വി.ടി. ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം, ഘോഷ ബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. വി.ടി. ഭട്ടതിരിപ്പാട്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയാണ്. മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ശരിയാണ്. നാലാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് ആരാണ്? കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. സി കേശവൻ. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. പാതിരാക്കൊക്കിന്റെ കേന്ദ്രം കുമരകമാണ്. കുമരകമാണ് പാതിരാക്കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. കുമരകം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്നത് ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ജലസേചനം, ആരോഗ്യം, റെയിൽവേ. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ മാത്രമായിട്ട് ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. റെയിൽവേ ആണ്. റെയിൽവേ ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. 50 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്